ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൗമാര കലാമാമാങ്കത്തിന് കൊടിയേറി 63ാമത് കേരള സ്കൂൾ അനന്തകലാപുരി പവേർഡ് ബൈ ജി-ടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജി-ടെക്കിൽ തന്നെ. കോ സ്പോൺസേർഡ് ബൈ പുതിയ തുടക്കം ആരോഗ്യത്തോടൊപ്പം ഔഷധി. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. വർഷങ്ങൾ മറിഞ്ഞോട്ടെ, സമ്മാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡ്. NCD ജനുവരി 10 മുതൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അനന്തപുരിയിൽ തിരിതെളിഞ്ഞു. 63ാമത് കലോത്സവം അതിജീവനത്തിൻ്റേത് കൂടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലോത്സവം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും മത്സരമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവത്തിന്റെ ഓരോ നിമിഷവും മികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 60 അംഗ ടീമുമായി 24ഉം സജ്ജം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ ഷാനവാസ് പതാക ഉയർത്തിയതോടെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയേറി. കലാമണ്ഡലം അവതരിപ്പിച്ച നൃത്താവിഷ്കാരത്തോടെ ഉദ്ഘാടന സമ്മേളനം പ്രധാന വേദിയായ നിളയിൽ തുടങ്ങി. കലോത്സവം അതിജീവനത്തിൻ്റേത് കൂടിയെന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പരാമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കലോത്സവത്തിൽ വിജയമല്ല പങ്കാളിത്തമാണ് പ്രധാനമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 25 വേദികളിലായി 249 മത്സരങ്ങൾ, 15,000 കുട്ടികൾ. 11 മണിയോടെ വേദികളും സജീവമായി. തത്സമയ വിവരങ്ങളും കലോത്സവാവേശവും പ്രേക്ഷകരിലെത്തിക്കാൻ 24 ടീമും കലോത്സവ വേദികളിൽ സജ്ജമായിട്ടുണ്ട്. ഭളാ തന്ദനാന ഓ ഭളാ തന്ദനാന. 24 തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ശ്രദ്ധാകേന്ദ്രമായി വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം. അപ്രതീക്ഷിതമായി ഇരച്ചെത്തിയ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലും ദുരന്തത്തെ അതിജീവിക്കുന്ന നാടിന്റെ സന്ദേശവുമാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഉദ്ഘാടന വേദിയിൽ എത്തിച്ചത്. ഉദ്ഘാടന സദസ്സ് നിറഞ്ഞ കയ്യടിയോടെ വെള്ളാർമലയെ നെഞ്ചേറ്റി. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. കാടിറങ്ങി വന്നവള് കാട്ടുചോല പെണ്ണിവള്, കോടമഞ്ഞൻ കമ്പിളി ചുറ്റിയ കാട്ടുകണ്ണി പെണ്ണിവള്, കടുമണത്തീല കാടിന്റെ പച്ചച്ചേലയും ചുറ്റിയോട് കാടിന്റെ കാണാ ചന്തം മേല് വാരിയണിഞ്ഞവള്, കണ്ണെറിഞ്ഞ കാമുകിയെ പോൽ നെഞ്ചില് തിരിയിടുന്നവള്, ഇവള് നമ്മുടെ വയനാട് തെളിനീരണിഞ്ഞ പൊന്നാട്, നീലിമലയുടെ ചൂരൽമലയുടെ വെള്ളാമലയുടെ കൂട്.
നമ്മൾ കലോത്സവ നഗരിയിലേക്ക് പോവുകയാണ്. അവിടെ ഊട്ടുപുരയിൽ നിന്ന് സലീം മാലിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ്. മന്ത്രിമാരടക്കമുള്ളവർ അവിടുത്തെ ഊട്ടുപുരയിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നു. സലീമ, ഒന്നാം ദിവസം കലോത്സവ നഗരി, കലോത്സവ വേദികളൊക്കെ സജീവമാണ്. ഇതാ 1 മണിയായപ്പോഴേക്കും ഊട്ടുപുരയും സജീവമായി. എന്തൊക്കെയാണ് സലീമ വിവരങ്ങൾ? വിജയകുമാർ, മന്ത്രിമാരടക്കമുള്ളവർ 2 മന്ത്രിമാർ ഇവിടെ ഭക്ഷണം കഴിക്കാനായി എത്തിയിട്ടുണ്ട്. അതൊന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്, മറ്റൊന്ന് മന്ത്രി ജി ആർ അനിലാണ്. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ MLA ഇവിടെ ഭക്ഷണം കഴിക്കാനായി എത്തിയിട്ടുണ്ട്. നിരവധി കുട്ടികളും ഈ ഭക്ഷണപ്പുരയിലുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് വിളമ്പിക്കൊടുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെ നേരിട്ടുമാണ്. മന്ത്രി ഭക്ഷണം കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. എങ്കിലും ഒറ്റ ചോദ്യം, എങ്ങനെയുണ്ട് രുചികരമായ ഭക്ഷണം? നല്ല രുചികരമായ ഭക്ഷണം. വെജിറ്റേറിയൻ എന്ന നിലയിൽ ഏറ്റവും നന്നായി മോഹനൻ നമ്പൂതിരി തയ്യാറാക്കിയിരിക്കുകയാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ. മന്ത്രി വി ശിവൻകുട്ടിയോടുകൂടി ഇപ്പോൾ നമ്മളൊരിക്കൽ സംസ്ഥാന സ്കൂൾ കായിക വേളയിൽ ഇതേപോലെ പഴയിടത്തിന്റെ ഒരു ഊട്ടുപുരയിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചതാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. എല്ലാ ഇനങ്ങളും നല്ല രുചിയുണ്ട്. നന്നായി തന്നെ പാചകം ചെയ്തിട്ടുണ്ട്. അതാണ് വിജയകുമാർ. അതുപോലെ തന്നെ നിരവധി കുട്ടികളും ഈ മന്ത്രിമാർക്കൊപ്പം തന്നെ ഇത് കഴിക്കുന്നുണ്ട്. മന്ത്രിക്കൊപ്പമാണ് ഭക്ഷണം. എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? പുതിയൊരു എക്സ്പീരിയൻസ്. മന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടെൻഷൻ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടോ? സാധാരണയിൽ നമ്മൾ കുഴച്ചടിക്കും, ഇപ്പൊ അതിന് പറ്റുന്നില്ല. എല്ലാ ക്യാമറ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ക്യാമറ ഒരു പ്രശ്നമാണോ? നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ലേ? കുട്ടികൾക്ക് പക്ഷേ മന്ത്രിയുമായുള്ളൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു പുതുമയുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇത്രയധികം ക്യാമറയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഈ നിലയിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും കലോത്സവ നഗരിയിൽ വലിയ തിരക്കുണ്ട്. അതിന്റെ വലിയ വിശാലമായ പുത്തരിക്കണ്ടം മൈതാനത്തിലെ ആണ് ഇത്തവണ ഊട്ടുപുര തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെയും വിശാലമായ ഊട്ടുപുരയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടാതെ തന്നെ എന്നാൽ പരമാവധി ആളുകളെ എത്തിച്ച് കഴിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യ ദിവസം സ്പെഷ്യൽ പാൽപ്പായസമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 വിജയകുമാർ, ഇന്നത്തെ സ്പെഷ്യൽ പാൽപ്പായസമാണ്. അത് ആസ്വദിച്ച് ഇവിടെ കുട്ടികൾ കുടിക്കുന്നുമുണ്ട്. ആളുകൾക്കൊക്കെ വലിയ സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ് എന്നുള്ളതാണ്. കുട്ടികളോട് കുശലം പറഞ്ഞൊക്കെയാണ് മന്ത്രി കഴിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളോട് ഇപ്പോൾ മന്ത്രി തന്നെ കുശലം ചോദിക്കുന്നത്. ആ നിലയിൽ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനായി ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കൂടി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സാധാരണ കലോത്സവ വേദികളിൽ നിന്നൊരു വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുത്തരിക്കണ്ടം മൈതാനമാണ്. അത്രയും വിശാലമായൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഊട്ടുപുര തയ്യാറാക്കിയപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാത്ത സാഹചര്യം എന്തായാലും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ നമുക്ക് ഒന്നുകൂടി മന്ത്രിയിലേക്ക് തന്നെ പോകാം. ഞാൻ ചോറ് കഴിച്ചു, അവിയൽ കഴിച്ചു, തോരൻ കഴിച്ചു, അച്ചാർ കഴിച്ചു, പായസം കഴിച്ചു. എന്റെ അടുത്തിരുന്ന മോളും കുട്ടികളെല്ലാം പറയുന്ന ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല പായസം എന്നാണ്. ശരി സലീം, എന്തായാലും ഊട്ടുപുരയിൽ ഊണ് തകൃതിയായി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ പ്രത്യേക ഭക്ഷണം എന്ന് വെച്ചാൽ പാൽപ്പായസമുണ്ട്, അതിൻ്റെ കൂടെ ബോളി കൂടി ഉണ്ടോ എന്ന് ചോദിക്കണമായിരുന്നു. സലീം അപ്പോൾ മന്ത്രിയോട് സംസാരിക്കാൻ പോയതുകൊണ്ട് നമ്മൾ അത് അടുത്ത തവണത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകൾ കൂടി നോക്കിയ ശേഷം നമ്മൾ കലോത്സവ വാർത്തകളിലേക്ക് തിരികെ എത്തുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലിനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ശോഭാ സുരേന്ദ്രന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഉത്തരവായിരിക്കുന്നു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവ് നൽകിയത്. മാർച്ച് 28 കോടതിയിൽ ഹാജരാകാനാണ് ഉത്തരവ്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, കോടതി നടപടികളുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിരന്തരം ഗോകുലം ഗോപാലിന് നേരെ, അതായത് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ, മലയാളികളിലെ പ്രമുഖനായ വ്യവസായി, അദ്ദേഹത്തിന് നേരെ നിരന്തരം ഒരു വേട്ടയാടലായിരുന്നു ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനങ്ങളിലൂടെ നടത്തിയിരുന്നത്. വിജയകുമാർ ഓർക്കുന്നുണ്ടാവും, നിരന്തരമായ വേട്ടയാടൽ. മാത്രവുമല്ല, ഫ്ലവേഴ്സ് ചെയർമാനെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിരന്തരം അപകീർത്തിപ്പെടുത്തിയിരുന്നു. അത്തരം ഒരു വേളയിലാണ് അദ്ദേഹം അപകീർത്തിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെ ഫയൽ ചെയ്തു.
അതിൽ ഹർജിക്കാരന്റെയും സാക്ഷികളുടെയും മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫയലുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഈ പരാതിക്ക് കാരണക്കാരിയായി അപകീർത്തിപ്പെടുത്തിയ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്ന ഉത്തരവ്, സമൻസ് അയക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. വിജയകുമാർ. യെസ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മട. മാർച്ച് 28 കോടതിയിൽ ഹാജരാകാനാണ് ശോഭാ സുരേന്ദ്രനോട് ഇപ്പോൾ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ക്ഷേത്രാചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ടെന്നും അത് പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതി എന്നുമാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. വിഷയത്തിൽ ചർച്ച നടക്കേണ്ടത് സമുദായങ്ങൾക്കിടയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് SNDP യോഗത്തിന് ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കാത്ത കാരണമെന്ന നിബന്ധനയ്ക്കെതിരെ പ്രതികരിച്ചത്. ആ വേദിയിൽ വെച്ച് തന്നെ അതിനെ അനുകൂലിച്ച മുഖ്യമന്ത്രി ഇതര ക്ഷേത്രങ്ങളിലും മേൽവസ്ത്രം അഴിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇതിനെ എതിർത്ത് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പ്രതികരിച്ചതോടെ വിവാദമായി. ഈ വിവാദത്തിലാണ് മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഭിന്നസ്വരം ഉയർന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പം ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർത്ത NSS ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഗണേഷ് കുമാർ. മേൽവസ്ത്ര വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിക്കുന്ന പ്രതിപക്ഷവും നിലപാട് ആവർത്തിച്ചു. ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ്. ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം. ആ സമുദായം ഒരു പൊതു ചർച്ചയുടെ കാര്യമില്ല. കാരണം പൊതു ചർച്ച നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ. മന്ത്രിസഭയിൽ ഭിന്നസ്വരം വന്നതോടെ മേൽവസ്ത്ര വിവാദത്തിൽ നിന്ന് സർക്കാർ പതിയെ പിന്മാറാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. ക്ഷേത്രാചാര വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല എന്നും K മുരളീധരൻ പറഞ്ഞു. തന്ത്രിമാർക്കാണ് ക്ഷേത്ര കാര്യങ്ങളിൽ പൂർണ്ണ അധികാരം. ഇത് രാഷ്ട്രീയം പോലെ അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല. ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നോക്കി തീരുമാനം എടുക്കണം. അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അതല്ലാതെ അതിൽ കയറി പരിഷ്കാരങ്ങൾ വരുത്താൻ നിൽക്കണ്ട. ഇപ്പോൾ കാലം മാറിയനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്താൻ ഇപ്പോൾ ഷർട്ട് ഇട്ട് കയറണം എന്ന് പറയുന്നതിൽ നാളെ ചില പാൻറ് ഇട്ട് കയറണം എന്ന് പറയും. പിന്നെ തൊഴുകൽ പഴയ രീതിയാണ്. അതുകൊണ്ട് ഹായ് എന്ന് പറയുമോ ആരെങ്കിലും അമ്പലത്തിൽ പോയിട്ട്? അപ്പോൾ അമ്പലത്തിൻ്റെ ഒഴുക്കി വിടുക. അത് തന്ത്രിമാർ തീരുമാനിക്കട്ടെ. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ അനുമതി നൽകിയത് GCDA ചെയർമാൻ നേരിട്ട് എന്നതിന് തെളിവുകൾ പുറത്ത്. പരിപാടിക്ക് അനുമതി നൽകരുതെന്ന് ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചിട്ടും അത് മറികടന്നാണ് ചെയർമാൻ K ചന്ദ്രൻപിള്ള അനുമതി നൽകിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ 24 ലഭിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ GCDA ചെയർമാനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗവിഷന്റെ പരിപാടിക്ക് അനുമതി നൽകേണ്ട എന്ന GCDA എസ്റ്റേറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചതിന്റെ രേഖയാണിത്. എന്നാൽ കാര്യകാരണങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ച പരിപാടിക്കാണ് ചെയർമാൻ ഇടപെട്ട് പ്രത്യേക അനുമതി നൽകിയത്. ചെയർമാൻ അനുമതി നൽകിയതിനു പിന്നാലെ മൃദംഗവിഷൻ GCDAയുടെ അക്കൗണ്ടിൽ 13 ലക്ഷം രൂപ അടയ്ക്കുകയും ചെയ്തു. പോലീസിന്റെയോ ഫയർഫോഴ്സിന്റെയോ കൊച്ചി കോർപ്പറേഷന്റെയോ അനുമതി നേടും മുമ്പാണ് ഒറ്റ ദിവസം കൊണ്ട് സംഘാടകർക്ക് അനുമതി ലഭിച്ചത്. കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം നൽകരുതെന്ന് നിയമമില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേൾക്കാനല്ല ഭരണസമിതി എന്നുമായിരുന്നു ചെയർമാൻ K ചന്ദ്രൻപിള്ളയുടെ പ്രതികരണം. പരാതി പോയിട്ടുണ്ടെങ്കിൽ ആ പരാതി വിജിലൻസ് അന്വേഷിക്കട്ടെ. കായിക ഇതര ആവശ്യങ്ങൾ കൊടുക്കാൻ പാടില്ല, നിയമത്തിലില്ല. അതിനെ മറികടക്കേണ്ടതാണെങ്കിൽ മറികടക്കാനാണ് ഇവിടെ ചെയർമാൻ അടക്കമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉള്ളത്. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതോറിറ്റിയുടെ ഉദ്ദേശം. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ കൊച്ചി മേയർ എന്തിനൊരാളെ സസ്പെൻഡ് ചെയ്തുവെന്നും K ചന്ദ്രൻപിള്ള. പിന്നെ ഒന്നും അറിഞ്ഞില്ല എന്ന് മേയർ പറഞ്ഞിട്ട് പിന്നെ നിന്നെ സസ്പെൻഡ് ചെയ്ത ഒരാൾ എനിക്കറിയില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കോൺഫറൻസ് ഹാളിലേക്ക് ഇടിച്ചു കയറിയ പ്രതിഷേധക്കാർ GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ളയെ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ GCDAക്ക് വീഴ്ച സംഭവിച്ചുവെന്ന്
പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. കാര്യകാരണങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ച ഒരു പരിപാടിക്ക് GCDA ചെയർമാൻ നേരിട്ടിടപെട്ട് അനുമതി നൽകിയത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിന് വ്യക്തമായൊരു വിശദീകരണം നൽകാൻ GCDA നേതൃത്വത്തിന് കഴിയുന്നുമില്ല. ടീം 24 കൊച്ചി. മറ്റൊരു പ്രധാന വിവരം കൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നുണ്ട്. വിവാദ നൃത്ത പരിപാടിക്ക് അനുമതി തേടി മൃദംഗ വിഷൻ കൊച്ചി കോർപ്പറേഷന് നൽകിയ അപേക്ഷയിൽ ഒപ്പില്ലാത്ത അപേക്ഷയാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ലൈസൻസിന് വേണ്ടി പരിഗണിച്ചത്. മൃദംഗ വിഷൻ കൊച്ചി കോർപ്പറേഷനിൽ നൽകിയ അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. പ്രേക്ഷകർ കാണുന്നത് ആ ഒപ്പില്ലാതെ നൽകിയ അപേക്ഷയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ തീരുമാനങ്ങൾ എടുത്തത് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇപ്പോൾ GCDയുടെ ഭാഗത്തെ വീഴ്ചകൾ, ഉദ്യോഗസ്ഥർ ഫയലിൽ അനുമതി നൽകരുത് എന്നെഴുതി, പക്ഷേ അത് തള്ളി ചെയർമാൻ അനുമതി നൽകുന്നു. ഒപ്പില്ലാത്ത അപേക്ഷയിൽ തീരുമാനമെടുത്ത കോർപ്പറേഷനും ഇവിടെ പ്രതിക്കൂട്ടിലാവുകയാണ്, GCDയെ പോലെ തന്നെ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ കൊച്ചി കോർപ്പറേഷനിൽ പരിപാടി നടത്തുന്നതിന് വേണ്ടി മൃദംഗ വിഷൻ നൽകിയ അപേക്ഷയിൽ ഒപ്പില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ അപേക്ഷ നൽകിയ തീയതി പോലും രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ആര് നൽകുന്നു എന്നോ എന്ന് നൽകിയെന്നോ ഉള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ പോലുമില്ലാത്ത ഒരു അപേക്ഷ എങ്ങനെ കൊച്ചി കോർപ്പറേഷന് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് കോർപ്പറേഷൻ്റെ സാമ്പത്തിക സമിതി ഈ പ്രശ്നം പരിഗണിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മളിപ്പോൾ ഈ അപേക്ഷയുടെ പകർപ്പ് പുറത്തുവിടുന്നത്. ഈ അപേക്ഷയിൽ വേണ്ട പരിശോധന നടത്താതെ നടപടികൾ സ്വീകരിച്ചതിനാണ് കഴിഞ്ഞ ദിവസം നിത എന്ന ഹെൽത്ത് ഇൻസ്പെക്ടറെ കോർപ്പറേഷൻ മേയറുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ആര് നൽകുന്നു എന്നോ എന്ന് നൽകിയെന്നോ ഉള്ള ഒരു വിവരവുമില്ലാത്ത ഒരു അപേക്ഷയാണ് കോർപ്പറേഷനിൽ മൃദംഗ വിഷൻ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മൃദംഗ വിഷൻ സമർപ്പിച്ച ഈ ഒരു അപേക്ഷയിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. യെസ്, ഒപ്പില്ല, തീയതിയില്ല, അങ്ങനെ ചട്ടപ്രകാരം ഒരു അപേക്ഷയായി പരിഗണിക്കാൻ കഴിയുമോ എന്നറിയില്ല. അങ്ങനെ ഒരു പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ കോർപ്പറേഷൻ എടുത്തത്. GCDയെ പോലെ തന്നെ കോർപ്പറേഷനും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാണ്. മൃദംഗ വിഷൻ കൊച്ചി കോർപ്പറേഷനിൽ നൽകിയ അപേക്ഷയുടെ പകർപ്പും 24 ലഭിച്ചു. വിശദാംശങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി. ഉമാ തോമസിനെ കാണാൻ പോലും കൂട്ടാക്കാതെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയതിനെ നടി ഗായത്രി വർഷ വിമർശിച്ചു. 5 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയാണ് ദിവ്യ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് പോലീസ് കണ്ടെത്തി. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന ഉമാ തോമസ് MLA പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇന്നലെ എഴുന്നേറ്റിരുന്നു. കഠിനമായ ശരീരവേദന തുടരുകയാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ മക്കളുമായി പേപ്പറിൽ എഴുതി സംസാരിച്ചു. വാടക വീട്ടിൽ നിന്ന് സാധനങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ചാണ് പേപ്പറിൽ എഴുതിയത്. വാരിക്കൂട്ടണം എല്ലാ സാധനങ്ങളും എന്ന് മാത്രം കുറിച്ചു. അതേസമയം ഉമാ തോമസ് MLAയെ ആശുപത്രിയിലെത്തി സന്ദർശിക്കാതെ അമേരിക്കയിലേക്ക് മടങ്ങിയ ദിവ്യ ഉണ്ണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി ഗായത്രി വർഷ. കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായി ദിവ്യ മാറിയെന്ന് വിമർശനം. അതിനെയൊന്ന് അപലപിക്കാൻ, അതിനെയൊന്ന് സ്നേഹത്തോടെ നോക്കാൻ, ആർദ്രതയോടെ നോക്കാൻ, ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യ ഉണ്ണിക്ക് പറ്റിയില്ല. നമ്മൾ എത്രമാത്രം താഴെ പോയി എന്ന് ആലോചിച്ചു. നമ്മുടെ കലാകാരന്മാർ സാംസ്കാരികമായി എത്രയധികം മനസാക്ഷി ഇല്ലാത്തവരായി പോയി എന്ന് ആലോചിച്ചു നോക്കൂ. 5 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയാണ് ദിവ്യ ഉണ്ണി മൃദംഗാവിഷന്റെ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് പോലീസ് കണ്ടെത്തി. സംഘാടകരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കണക്ക് പുറത്തു വന്നത്. പണമിടപാടുകളിൽ വിശദമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. 24 കൊച്ചി. NSS SNDP പിന്തുണയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മലപ്പുറം പട്ടിക്കാട് ജാമിയയിലെത്തും. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായ ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. NSSന്റെയും SNDPയുടെയും പിന്തുണയുറപ്പിച്ചു. ഇനി വേണ്ടത് മുസ്ലിം ലീഗിന്റെ ആശീർവാദം. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ സമസ്തയ്ക്ക് കീഴിലെ ജാമിയയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന ഗരീബ് നവാസ് എന്ന സെക്ഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷത്തെ വാർഷിക സമ്മേളനത്തിൽ VD സതീശൻ പങ്കെടുത്തിരുന്നു. ഇത്തവണ ഇടം പിടിച്ചില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കോൺഗ്രസിൽ ആരംഭിച്ച പോരിന് പക്ഷേ അയവില്ല. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ: അല്ല, അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഞങ്ങളാരും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അതൊക്കെ അവർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് എന്നും പുലർത്തി പോന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രീണനമോ
മറ്റുള്ളവരോട് അകൽച്ചയോ ഇല്ല. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, അതാണ് ഞാൻ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്, ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനും UDF-നും എന്നുമുള്ളത്. അത് ഞങ്ങൾ തുടരും. തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതാണ് പ്രധാന കാര്യമെന്ന് കെ മുരളീധരൻ. ആദ്യം ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണ്ടേ. അപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ദേശീയ നേതൃത്വമാണ്. അത് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെയാണ് തീരുമാനിക്കുക. സമുദായ സംഘടനകൾ ഒരിക്കലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സ്വാധീനം ചെലുത്താറില്ല. SKSSFിന് കീഴിലുള്ള ജാമിയ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനവും ഈ മാസം 11-ന് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സമസ്തയുടെ സ്ഥാപനങ്ങളിലേക്കുള്ള കടന്നുവരവും ലീഗിന്റെ പരോക്ഷ പിന്തുണയും രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതാണ്. 24 മലപ്പുറം. അതേസമയം മുസ്ലിം ലീഗ് നേതാക്കളുമായി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ജാമിയ നൂരിയയിൽ വെച്ച് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തും. കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ തുടരവേ മുസ്ലിം ലീഗ് പിന്തുണ ഉറപ്പാക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം. വിപിൻ C വിജയനാണ് വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് ചേരുന്നത്. വിപിൻ, ഇന്ന് രമേശ് ചെന്നിത്തല നിർണായക രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൂടി കടക്കുന്നുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളുമായി നടത്തുന്ന ചർച്ച ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കുറെ കൂടി ഗൗരവമുള്ളതും പ്രധാനപ്പെട്ടതുമാണല്ലോ, അല്ലേ? അതെ വിജയകുമാർ, ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് ജാമിയ നൂരിയയിൽ പരിപാടി ഉള്ളത്. അത് ഗരീബ് നവാസ് എന്നുള്ള ഒരു സെക്ഷനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനം ആണ് പട്ടിക്കാട് ജാമിയയിൽ വെച്ച് ഇന്ന് നടക്കുന്നത്. അപ്പോൾ 6:30 ഈ പരിപാടിക്ക് തൊട്ടു മുൻപ് അവിടെ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എത്തും. ഈ ലീഗ് നേതാക്കളുമായാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ചർച്ച പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ചായിരിക്കും ഈ ചർച്ച നടക്കുകയും ചെയ്യുക. കോൺഗ്രസിന്റെ നേതൃമാറ്റ ചർച്ചകൾ സജീവമായി നിൽക്കുന്ന ഇതേ സമയത്ത് തന്നെയാണ് ലീഗിന്റെ പിന്തുണ കൂടി ഉറപ്പിക്കുക, ആ ഒരു സ്വീകാര്യത ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ഇപ്പോൾ NSSന്റെ കുറെ കാലമായി തന്നെ ഇന്ന് ഭിന്നത മാറ്റിക്കൊണ്ട് രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തെത്തുന്നു. ഒപ്പം തന്നെ SNDP രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നു. ഈ സമയത്ത് തന്നെ ഇനി മുസ്ലിം ലീഗിന്റെ ഒരു ഊഴമാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പിന്തുണ ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇന്നിപ്പോൾ ഈ ജാമിയ നൂരിയയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് സമസ്തയുടെ കീഴിലുള്ള ജാമിയയുടെയും അധ്യക്ഷനായിട്ടുള്ളത്. അപ്പോൾ ലീഗിന്റെ ഒരു പരോക്ഷ പിന്തുണ കൂടി ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലൂടെയുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഈ ഒരു കൂടിക്കാഴ്ച കൂടി ഉറപ്പാക്കി ആ ഒരു സ്വീകാര്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്, അത്തരമൊരു രാഷ്ട്രീയ നീക്കം നടത്തുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുക. സ്വാഭാവികം. യെസ്, ജാമിയ നൂരിയയിലെ പരിപാടിക്കിടെ സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളുമായി രമേശ് ചെന്നിത്തല ഇന്ന് ചർച്ചകൾ നടത്തും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗൗരവമുള്ള പ്രധാനപ്പെട്ട ചില നീക്കങ്ങളായി ഇതിനെ വിലയിരുത്താം. വിപിൻ C വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ കണ്ണപുരത്തെ DYFI പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ RSS BJP പ്രവർത്തകരായ 9 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 7-ന് വിധിക്കും. 2005 ഒക്ടോബർ 3-നായിരുന്നു കൊലപാതകം. ക്ഷേത്രത്തിനു സമീപം ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കണ്ണപുരം ചുണ്ടയിൽ BJP DYFI പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കൊലപാതകം നടന്നതിന്റെ തലേദിവസം ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. തച്ചൻകണ്ടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് റിജിത്തിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമത്തിൽ റിജിത്തിനൊപ്പമുണ്ടായിരുന്ന 3 DYFI പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റു. BJP RSS പ്രവർത്തകരായ സുധാകരൻ, ജയേഷ്, ശ്രീകാന്ത്, അജീന്ദ്രൻ, അനിൽകുമാർ, രഞ്ജിത്ത്, രാജേഷ്, ശ്രീജിത്ത് ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. കേസിലെ 3-ാം പ്രതി അജേഷ് വിചാരണ നടക്കുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 4-ാം സാക്ഷിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു. സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് വിജയം എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്. നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് റിജിത്തിന്റെ അമ്മയും സഹോദരിയും. ഇത്രയും കൊല്ലം കാത്തേക്കേണ്ടി വന്നു. 19 കൊല്ലം 3 മാസമായി ശിക്ഷ വിധിക്ക്. അതിനു വേണ്ടി കാത്തിരുന്നാള് 17 കൊല്ലമായി ജീവിച്ചു. 2 കൊല്ലം മാസമായി അയാളും പോയിട്ട്. ഞാൻ തനിച്ച വിധി കേട്ട സന്തോഷമുണ്ട്. ഇത് കേൾക്കാൻ എൻ്റെ അച്ഛനില്ലാതെ പോയി.
അച്ഛൻ 17 കൊല്ലം കാത്തു നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പാർട്ടി എല്ലാവരും നമ്മളെപ്പോഴും ഉണ്ടെന്ന് ഇത്രയും എനിക്ക് പറയാനുണ്ട്. കേസിൽ ഈ മാസം 7-ന് കോടതി ശിക്ഷ വിധിക്കും. 24 കണ്ണൂർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ബഹിരാകാശ മാലിന്യ സംസ്കരണത്തിൽ കുതിപ്പുമായി ISRO. ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള റോബോട്ടിക് ആമിന്റെ പരീക്ഷണം വിജയകരം. PSLV C60 സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിന്റെ ഭാഗമായി റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്നതിന് ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ യന്ത്രക്കൈകൾ പ്രവർത്തിപ്പിച്ചു ISRO ബഹിരാകാശത്ത്. വലിയൊരു നേട്ടമാണത്. തുടർച്ചയായി ചരിത്രപരമായ ദൗത്യങ്ങളിൽ വിജയം കാണുകയാണ് ISRO. ഒരു നിർണായക ദൗത്യത്തിന് തൊട്ടു മുമ്പാണ് ഈ റോബോട്ടിക് ആം അവിടെ ബഹിരാകാശത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്, അല്ലേ? വിജയകുമാർ, 2025 തുടക്കവും ISROയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമാണ്, അതിനിർണായകമാണ്. കാരണം ഇനി ഏതാണ്ട് 72 മണിക്കൂറില്ല നമ്മുടെ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ ഒരു ചരിത്ര നേട്ടം കൂടി. അതായത് ബഹിരാകാശത്ത് യന്ത്രക്കൈ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു. ഇത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. അതായത് ഈ ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങളെ അത് കൃത്യമായി വലിച്ചെടുത്തുകൊണ്ട് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിനാണ് യന്ത്രക്കൈ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റിലാണ് ഇന്ത്യ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിന്റെ ഭാഗമായി PSLV C60 ഉണ്ടായിരുന്ന 24 പേലോഡുകളിൽ ഒന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ വിജയകരമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ചരിത്രപരമായ നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത് തിരുവനന്തപുരം യൂണിറ്റിലാണ്, ISROയുടെ തിരുവനന്തപുരം ഇന്റേണൽ യൂണിറ്റിലാണ് ഇത്തരത്തിലൊരു ഇത് വികസിപ്പിച്ചെടുത്തത്. അങ്ങനെയുള്ള ഒരു പേലോഡാണ്. എന്തായാലും ഈ സ്പേസ് ഡോക്കിംഗ് നടക്കുന്നതിന് മുൻപൊക്കെ ഈ ഒരു നിർണായക ഘട്ടം വിജയിച്ചെടുത്തത് ISROയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ ഈ പ്രവർത്തന കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനൊക്കെ, അതായത് ഈ ഡീഓർബിറ്റിംഗ് നടത്തുന്നതിനൊക്കെ ഈ സാങ്കേതിക വിദ്യ വളരെയധികം ഉപയോഗിക്കപ്പെടാൻ കഴിയും. ഒപ്പം തന്നെ ഈ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള സ്പേസ് ആണവ നിലയം ഈ സ്പേസ് നിലയം എന്നുള്ള ഒരു ഇന്ത്യയുടെ ഒരു വലിയ സ്വപ്നത്തിന്, ആ ഒരു പ്രതീക്ഷയ്ക്കൊക്കെ വലിയ കരുത്തേകുന്ന ഒരു മുന്നേറ്റമാണ്. ശരി, ഏതായാലും സ്പേസ് ഡോക്കിങ്ങിന് മുന്നോടിയായാണ് ഈ റോബോട്ടിക് യന്ത്രക്കൈകൾ ബഹിരാകാശത്ത് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടു. വലിയ നേട്ടം എന്നാണ് അതിനെ ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഭൂമി തർക്കം നിലനിൽക്കുന്ന മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശനം നടത്തി. വഖഫ് ബോർഡിന്റെ മറുപടി കൂടി ലഭിച്ച ശേഷം ഈ മാസം 10-ന് ഹിയറിംഗ് നടത്തുമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കെയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ സന്ദർശനം. രാവിലെ 10 മണിയോടെ തർക്കസ്ഥലങ്ങൾ സന്ദർശിച്ച കമ്മീഷൻ താമസക്കാരിൽ നിന്നും നേരിട്ട് പരാതികൾ ചോദിച്ചറിഞ്ഞു. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് കമ്മീഷന്റെ പര്യടനം. 3 വെള്ളമുണ്ട്. അപ്പൊ അവിടെ മീൻ പിടിക്കാൻ മാത്രമേ തുറന്നു വിടും. വേലിയേറ്റം വേലിയിറക്കം വരുമ്പോ ഓക്കെ മീൻ പിടിക്കാൻ ഉപയോഗിക്കണം. നെൽകൃഷിയില്ല. താമസ സ്ഥലങ്ങളിലെ വിവരശേഖരണത്തിന് ശേഷം സമരം നടക്കുന്ന വേദിയിലേക്ക് കമ്മീഷൻ എത്തി. മുനമ്പം പള്ളി പാരിഷ് ഹാളിന് മുന്നിൽ കമ്മീഷൻ പ്രദേശവാസികളുമായി സംസാരിച്ചു. കുറെ കാലങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കാനുമില്ല, തിന്നാനുമില്ല, കിടക്കാൻ വഴിയില്ല. ആ വിധത്തിൽ അത്രയ്ക്കും കഷ്ടതയുടെ നടുവിൽ ജീവിച്ചിട്ടും ഞങ്ങൾ ഇവിടം വിട്ടു പോയില്ല. ഒരു കോടതിയും ഇത് വഖഫ് ഭൂമിയായിട്ട് പറഞ്ഞിട്ടില്ല, അതിന്റെ ഫൈനൽ തീരുമാനമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനുവരി 10-ന് ഹിയറിംഗ് ആരംഭിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഭൂമി തർക്കത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് അടുത്ത മാസം നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. നേരത്തെ തർക്കഭൂമിയിൽ കരമടയ്ക്കാനുള്ള അനുമതി താമസക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ശ്രീകാന്ത്, 24, കൊച്ചി. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1 ലക്ഷത്തിൽ പരം ഭക്തർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 26,570 പേരും പുല്ലുമേട് വഴി
47,310 തീർത്ഥാടകരും സന്നിധാനത്തെത്തി. തിരക്ക് വർദ്ധിക്കുമ്പോഴും സുഗമമായ ദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. രാത്രി മല കയറിയവർ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ദർശനം നടത്തിയത്. ഇന്നും 70,000 പേർ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേക പാസ് നിർത്തിയതോടെ കാനനപാത വഴി എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞത് മറ്റു തീർത്ഥാടകർക്ക് സഹായകമാകുന്നു. വാരാന്ത്യമായതോടെ ഇന്നും നാളെയും തിരക്ക് കൂടാനാണ് സാധ്യത. സന്നിധാനത്തെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.